കൊച്ചി പെരിയാറിൽ മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തുപൊങ്ങി. എടയാർ വ്യവസായ മേഖലയിൽ നിന്നുള്ള രാസമാലിന്യങ്ങൾ പുഴയിലേക്ക് തള്ളിയതാണ് മത്സ്യക്കുരുതിക്ക് കാരണമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. ഇന്നലെ രാത്രിയാണ് പെരിയാറിന്റെ ചില ഭാഗങ്ങളിൽ മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. വെള്ളത്തിന് രൂക്ഷ ദുർഗന്ധവും ഉണ്ടായിരുന്നു. ഏലൂർ, ചേരാനല്ലൂർ, വരാപ്പുഴ, മൂലംപിള്ളി തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതലായും മീനുകൾ കൂട്ടമായി ചത്തുപൊങ്ങിയത്. വിഷം കലർന്ന മത്സ്യമായതുകൊണ്ട് തന്നെ ഇവ ഭക്ഷിക്കരുതെന്ന് ആരോഗ്യ വിഭാഗം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇവിടങ്ങളിൽ മത്സ്യകൃഷി ചെയ്തു വന്നിരുന്ന കർഷകർക്ക് ഭീമമായ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അത്യന്തം ഗൗരവമായി ഗവൺമെന്റ് കണക്കാക്കേണ്ട ഒരു വിഷയമാണിത്. ഏലൂർ വ്യവസായ മേഖലയിലെ രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിയത് മൂലം കോടിക്കണക്കിന് രൂപയുടെ മത്സ്യസമ്പത്താണ് ചത്തൊടുങ്ങിയിട്ടുള്ളത്. ഇവ യുവ കർഷകര് കൂടുകൃഷി നടത്തി അവരുടെ മുഴുവൻ അധ്വാനവും ഇതിനുവേണ്ടി പ്രയോഗിച്ച് അവരുടെ സാമ്പത്തും മുഴുവൻ ഉപയോഗിച്ച് അത് വിളവെടുപ്പിന്റെ സമയം എത്തിയപ്പോഴാണ് ഈ രാസമാലിന്യം വന്ന് മത്സ്യങ്ങളെല്ലാം ചത്തുപോകുന്ന സാഹചര്യമുണ്ട്. ഇത് ഗവൺമെന്റ് അടിയന്തരമായി അന്വേഷിച്ച് ഇതിന്റെ യഥാർത്ഥ കുറ്റക്കാരാരാണെന്ന് കണ്ടെത്തി അവരിൽ നിന്ന് അടിയന്തരമായി നഷ്ടം ഈടാക്കി മാതൃകാപരമായ ശിക്ഷ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ് MLA നൽകിയത്. നങ്ക്, കൂരി, പൂളാൻ ഉൾപ്പെടെയുള്ള വിവിധയിനം മത്സ്യങ്ങളാണ് കൂടുതലായും കാണപ്പെട്ടത്. തീരപ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകളും ഉണ്ടായതായി നാട്ടുകാർ പറയുന്നുണ്ട്. എടയാർ മേഖലയിൽ നിരവധി വ്യാവസായിക സ്ഥാപനങ്ങളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടങ്ങളിൽ നിന്നുള്ള രാസമാലിന്യം ഉൾപ്പെടെ ഒഴുക്കിവിടുന്നത് പെരിയാറിലേക്കാണ്. നേരത്തെയും സമാനമായ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.